ഹായ് ഹലോ സുഖമല്ലേ? അപ്പം ഞാനിന്ന് മിൽക്ക് മിസ്റ്റിൻ്റെ ഗുലാം ജാമ പെട്ടെന്ന് 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗുലാം ജാമിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ബേക്കറിയിലും ഷോപ്പിലും എല്ലാം നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് 175 ഗ്രാം, ഒരു പാക്കറ്റ് 175 ഗ്രാമാണുള്ളത്. അതൊരു 1.25 കപ്പ് ഉണ്ടാകും. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് വാങ്ങുന്ന സമയത്ത് ഒരു പാക്കറ്റും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമേ. അങ്ങനെ ഇതെല്ലാം ഞാൻ മൊത്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ബൗളിലേക്ക് 1.25 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. പാലെടുക്കുന്ന സമയത്ത് നമ്മൾ ഇളം ചൂടുള്ള പാല് വേണം എടുക്കാൻ. അധികം ചൂടുണ്ടാവരുത്, ഇളം ചൂടുള്ള പാല് എടുക്കുക. അപ്പോൾ ഇളം ചൂടുള്ള പാല് വെച്ചിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് നന്നായിട്ട് ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എനിക്കിത് മിക്സ് ചെയ്യുമ്പം ഒരു 8 ടേബിൾ സ്പൂൺ പാല് ആവശ്യമായി വന്നിട്ടുണ്ട്. അതിങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോഴാണ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അങ്ങനെ ഇത് 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഇനി ഇതെല്ലാം കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര പാനി ആണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് തന്നെയാണ് നമുക്ക് വെള്ളം എടുക്കുക. അതിനകത്തേക്ക് ഒരു 2-3 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1.25 കപ്പ് പൊടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1.25 കപ്പ് വെള്ളവും കൂടെ എടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർക്കണേ. ഇനി പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്ലേവറൊക്കെ ഇറങ്ങി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതായത് പഞ്ചസാരയൊക്കെ അലിഞ്ഞു കിട്ടുന്നത് വരെ. അല്ലാണ്ട് ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ഒറ്റനൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ നമുക്കായി കിട്ടിയിട്ട് അത് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നല്ല കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കേണ്ടത്. അന്നേരം ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അതിനകത്ത് ബോൾസിൽ ക്രാക്കൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഞാനിപ്പം കുറച്ച് വലിയ ബോൾസായിട്ടാണ് ഉരുട്ടിയത്. പക്ഷേ നിങ്ങൾ ഉരുട്ടുന്ന സമയത്ത് കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ട് ഉരുട്ടുക. അപ്പോഴാണ് നമുക്ക് ഷുഗർ സിറപ്പെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ രീതിയിൽ ക്രാക്കൊന്നും ഇല്ലാതെ നിങ്ങൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അങ്ങനെയെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് എല്ലാം തന്നെ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നമ്മുടെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചസാര ലായനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ബോൾസൊക്കെ ഒരുമിച്ചെല്ലാം കൂടെ ഇടരുത്, 2-3 എണ്ണം ഒരുമിച്ചിട്ട് നമ്മൾ എപ്പോഴും എണ്ണ ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ, അതായത് കരിഞ്ഞു പോകാതെ ലോയിലിടുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ നന്നായിട്ട് കരിഞ്ഞു പോകാതെ വേണം നമ്മൾ ഇതെടുക്കാനായിട്ട്. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസും എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ രണ്ടാമത്തെ ബാച്ചും നമുക്കിതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്, പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അങ്ങനെ രണ്ടാമത്തെ ബാച്ചും നമുക്ക് റെഡിയായിട്ട് എല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണികളൊന്നും തന്നെയില്ല. അതായത് പഞ്ചസാര ലായനിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഒരു കുഴിയുള്ള പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് ഈ ബോൾസ് എല്ലാം ഇട്ട് വെച്ചാലും മതി. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് പിസ്തയുടെ ഇതുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 1 മണിക്കൂറിന് ശേഷം പാകത്തിനുള്ള പഞ്ചസാര ലായനി നമുക്ക് ബാലൻസ് അതിൽ വന്നിട്ടുമുണ്ട്, എന്നാൽ എല്ലാം കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.